ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്നുള്ളത് ഏതാണ്ട് 4ഓളം വ്യക്തികളുണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഷേർലി എഡ്വിൻ, അവരുടെ മകനും മരുമകളും മിസ്സസ് ആൻഡ് മിസ്റ്റർ മോട്ടി ജോർജ്, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ 16-ാം തീയതി. ബിലൈറ്റഡ് ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം, നീ കൊടുത്ത ഓരോ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അടുത്തതായിട്ട് തൊടുപുഴയിൽ നിന്ന് റീജ ജോർജ്, അവരുടെ മകൻ ഇമ്മാനുവലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ 15-ാം തീയതി. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവർക്ക് ലഭിക്കേണ്ട ചിട്ടി എത്രയും പെട്ടെന്ന് ലഭിക്കുവാനായി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അനവധിയായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവല്ലയിൽ നിന്ന് സുജയാണ് അടുത്തത്. കർത്താവ്, അവരുടെ മകൾ സുനിത പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എത്രയും പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തതായിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഷീബ സാംസൺ ആൻഡ് ഫാമിലി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ പിതാവ് KM മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്ത് അദ്ദേഹത്തെ വിടുവിച്ചെടുത്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 4 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ സെപ്റ്റംബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ഒക്ടോബർ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം, ജനറൽ ഹോസ്പിറ്റലിന് എതിർവശം, പാളയം, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും, കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Get friends for us. രണ്ടാമതായിട്ട് സമ്മാനം സ്നേഹിതന്മാരെ നമുക്ക് സമ്പാദിച്ചു തരുന്നു. Proverbs 19 and verse number 6. സദൃശവാക്യം 19-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. Everyone is the friend of the one who gives gifts. ഓർക്കുക, അവിടെ കാണുന്നു, ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ. Everyone is the friend of the one who gives gifts. എല്ലാ ആളുകളും സമ്മാനം കൊടുക്കുന്നവന്റെ കൂട്ടുകാരായിരിക്കും. In the Old Testament there was a rule.
പഴയ നിയമത്തിൽ ഒരു നിയമമുണ്ട്. Exodus 23 verse number 15. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. God gave this commandment. ദൈവം ഇങ്ങനെ ഒരു കൽപ്പന അവർക്ക് കൊടുത്തു. And the commandment says, no one is to appear before me empty handed. അവിടെ കൽപ്പന ഇങ്ങനെയാണ്, വെറും കൈയോടെ നിങ്ങൾ ആരും എൻ്റെ മുൻപാകെ വരരുത്. Who says to whom? ആരോടാണ് പറഞ്ഞത്? God is speaking to his children. ദൈവം തന്റെ മക്കളോട് പറഞ്ഞതാണിത്. Hey, listen to me. ദയവായി ശ്രദ്ധിച്ചാലും God says, when you come before me, never come empty handed. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ മുൻപാകെ വരുമ്പോൾ ഒരിക്കലും ഒഴിഞ്ഞ കൈയായി വരരുത്. So, in order to discipline the children of Israel, God gave this commandment. ദൈവജനമായിട്ടുള്ള ഇസ്രായേലിനെ അച്ചടക്കം ശീലിപ്പിക്കുവാനായി ദൈവം ഈ കൽപ്പന അവർക്ക് കൊടുത്തിരിക്കുകയാണ്. To support this, I will give you one more verse. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. Deuteronomy 16 and verse number 7. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. Each of you must bring compulsory must bring a gift in proportion to the way the Lord your God has blessed you. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് ഒത്തവണ്ണം ഓരോരുത്തൻ താന്താന്റെ പ്രാപ്തി പോലെ, ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, താന്താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. In English it says, the way the Lord your God has blessed you. യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം. If you are a widow, നിങ്ങളൊരു വിധവയാണെങ്കിൽ, if you have only 2 copper coins, that's okay. നിങ്ങൾക്ക് 2 ചെമ്പ് നാണയമുള്ളൂ, അത് മതി. But if you are rich, എന്നാൽ നിങ്ങൾ ധനവാനാണോ, and God has blessed you so much, നിങ്ങളെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 2 million may be less. 2 മില്യൺ എന്ന് പറയുന്നത് അത് വളരെ കുറവായിരിക്കും. So according to the proportion of the blessings that you have received from the Lord, you have to give. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ അളവ് അനുസരിച്ചിട്ടാണ്, അതിൽ നിന്നാണ് നിങ്ങൾ കർത്താവിനായി കൊടുക്കേണ്ടത്. Somebody say hallelujah. ചേർന്ന് ഹല്ലേലൂയ. So God said, when you come, you have to bring some gifts. And what kind of a bring? In proportion to the way the Lord has already blessed you. അതുകൊണ്ട് ദൈവം പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ വെറും കൈയോടെ വരരുത്, ഒരു സമ്മാനവുമായിട്ടാണ് വരേണ്ടത്. എങ്ങനെയുള്ള സമ്മാനം? ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് ഒത്തവണ്ണം ഓരോരുത്തരുടെ പ്രാപ്തിക്കനുസരിച്ച് ഒരു സമ്മാനം കർത്താവിനായി What is the power of a gift? എന്താണ് ഒരു സമ്മാനത്തിന്റെ ശക്തി എന്നുള്ളത്? It can open a way for you. ഇതിന് നിങ്ങളുടെ മുൻപിൽ ഒരു വഴിയെ തുറക്കാൻ സാധിക്കും. It can bring in a lot of friends to you. നിങ്ങൾക്ക് ഒത്തിരി കൂട്ടുകാരെ സമ്മാനിക്കുവാൻ സാധിക്കും. Hallelujah. Hallelujah. If God wants to be your friend, ദൈവം നിങ്ങളുടെ കൂട്ടുകാരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, learn to honor him by giving gifts according to the way you have been blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിനനുസരിച്ച് തന്നെ അവന് സമ്മാനങ്ങൾ കൊടുക്കുവാനായി നിങ്ങൾ പരിശ്രമിക്കണം. Somebody say amen. എത്ര പേർ ഉറക്കെ പറയും ആമേൻ? Hallelujah. Hallelujah. And we are not licensed to come before the Lord empty handed. അപ്പോൾ തന്നെ ഓർക്കുക, നാം ആരും തന്നെ വെറും കൈയോടെ ദൈവസന്നിധിയിൽ വരുവാൻ ലൈസൻസ് ഉള്ളവരല്ല. Hallelujah. Hallelujah. Next is this gifts avail special favor from God. അടുത്ത കാര്യം എഴുതുക, സമ്മാനം ദൈവത്തിന്റെ പ്രത്യേകമായ പ്രസാദത്തെ കൊണ്ടുവരുന്നു. ഒന്നുകൂടെ. സമ്മാനം ദൈവത്തിന്റെ പ്രത്യേകമായ പ്രസാദത്തെ കൊണ്ടുവരുന്നു. 1 Kings chapter 10 verse number 10. 1 രാജാക്കന്മാർ 10:10. We read that she gave the king 120 talents of gold, large quantities of spices and precious stones. Never again were so many spices brought in as those the queen of Sheba gave to King Solomon. അവൾ രാജാവിന് 120 താലന്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു. ശേബാരാജ്ഞി ശലോമോൻ രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. Listen to this. There was a famous king called King David. വളരെ പ്രസിദ്ധനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ദാവീദ് എന്നായിരുന്നു. And he had a son named Solomon. അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, പേര് ശലോമോൻ എന്നായിരുന്നു. And he prayed to the Lord. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. He offered
1,000 offerings to the Lord. അദ്ദേഹം ദൈവത്തിന്റെ മുൻപാകെ ആയിരക്കണക്കിന് യാഗങ്ങൾ He അർപ്പിച്ചു. sacrificed 1,000 oxen. അദ്ദേഹം 1000-ഓളം കാളക്കിടാക്കളെ ദൈവത്തിനായി യാഗമർപ്പിച്ചു. And God was pleased with him. ദൈവത്തിന് അവനിൽ പ്രസാദം God തോന്നി. came down. ദൈവം ഇറങ്ങി വന്നു. You can ask me anything. പറഞ്ഞു, നിനക്ക് എന്തും എന്നോട് ചോദിക്കാം. And he said, Lord, I'm not asking for money or any other thing, but give me wisdom. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണമോ ധനമോ ഒന്നും ആവശ്യമില്ല കർത്താവേ, എനിക്ക് ജ്ഞാനം മാത്രം മതി. Everybody say wisdom. എല്ലാവരും ഉറക്കെ പറയാമോ? ജ്ഞാനം. So God said, okay, I'm pleased with your prayer request. It is granted, but along with that, I cannot give wisdom alone. Along with wisdom, I'm giving you wealth, power, victory, etc., etc. Everything that you want under the heaven, receive it. ദൈവം ഉടനെ പറഞ്ഞു, മോനെ, ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിനക്ക് ജ്ഞാനം നൽകാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് ജ്ഞാനം ഇങ്ങനെ ഒറ്റയ്ക്ക് ജ്ഞാനം മാത്രമായിട്ട് തരാൻ പറ്റില്ല. ജ്ഞാനത്തോടൊപ്പം അതിനുള്ള അധികാരവും അതിനുള്ള ശക്തിയും അതിനുള്ള ധനവും അതിനുള്ള മഹാത്മ്യങ്ങളും എല്ലാം ഈ ഭൂമിയുടെ കീഴിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ നിനക്ക് നൽകാം. From that moment, listen to this. ആ നിമിഷം മുതൽ, From that moment, the spirit of wisdom came over him. ആ നിമിഷം മുതൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. He was full of the spirit of wisdom. അദ്ദേഹം പൂർണ്ണമായി ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു. But another thing also happened. എന്നാൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. He started prospering. അദ്ദേഹം അഭിവൃദ്ധിപ്പെടുവാനായി His തുടങ്ങി. kingdom started expanding. തന്റെ രാജ്യം വിശാലമാകുവാൻ തുടങ്ങി. And not only that, wealth started flowing into the kingdom. അതുമാത്രമല്ല, ഒത്തിരി ധനം തന്റെ രാജ്യത്തിലേക്ക് വന്നു ചേരാൻ And he തുടങ്ങി. became so famous all over the world. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയായി താൻ മാറി. All the kingdoms of the world heard about the prosperity of King Solomon. മറ്റെല്ലാ സാമ്രാജ്യങ്ങളും ഇപ്പോൾ ഈ ശലോമോൻ രാജാവിന്റെ മഹത്വത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു. And there was a queen called the Queen of Sheba. She also heard about King Solomon. അങ്ങനെയിരിക്കെ ഷേബ രാജ്ഞി എന്ന് പേരുള്ള ഒരു രാജ്ഞി കൂടെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം കേൾക്കുവാനിടയായി. She wanted to meet the king. അവൾക്ക് ഈ രാജാവിനെ കാണണമെന്ന് ആഗ്രഹം തോന്നി. She started preparing. അവൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തു. King Solomon is very rich. ഇപ്പോൾ ഓർക്കുക, ശലോമോൻ രാജാവ് വളരെ He was the ധനവാനാണ്. wealthiest person. He was that day's Bill Gates. ആ കാലഘട്ടത്തിലെ ബിൽഗേറ്റ്സ് എന്ന് പറയാവുന്ന രീതിയിൽ അത്രയും ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ രാജാവ്. Are you with me? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? So what is the meaning of giving him some money? അവിടെ പണം കൊടുക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? He was sitting on gold. ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് സ്വർണത്തിന്റെ He was മുകളിലാണ്. wearing gold. അദ്ദേഹം ധരിച്ചിരിക്കുന്ന സ്വർണമാണ്. Everything is gold. എല്ലാ ചുറ്റിലും സ്വർണം കൊണ്ട് പൊതിഞ്ഞു പണിതിരിക്കുകയാണ്. But the Queen of Sheba did not think that it's not good to take some gifts with me because he is so rich. Instead, the Bible says he took 120 talents of gold along with her. എന്നാൽ ഈ ഷേബ രാജ്ഞി ചിന്തിച്ചപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോകാം എന്നല്ല അവൾക്ക് ചിന്തിച്ചത്. മറിച്ച് അവൾ രാജാവിന് 120 താലന്ത് പൊന്ന് കൊടുത്തു. And along with that, so many other things. അതിനോടൊപ്പം മറ്റു പല കാര്യങ്ങളും കൂടി അവൾ കൊടുത്തു. And she met the king. അവൾ രാജാവിനെ കണ്ടു. So all the majestic things in the kingdom. കൊട്ടാരത്തിലെ എല്ലാ മഹാത്മ്യങ്ങളെയും അവൾ കണ്ടു. But when she was going back, എന്നാൽ അവൾ മടങ്ങിപ്പോയപ്പോൾ, King chapter 10 verse number 13. അതിന്റെ 1 രാജാക്കന്മാരുടെ തന്നെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിൽ, King Solomon gave the Queen of Sheba all she desired and asked for, besides what he had given her out of his royal bounty. Then she left and returned with her retinue to her own country. അവിടെ എഴുതിയിരിക്കുന്നു, ശലോമോൻ രാജാവ് സ്വമേധയ ശേബ രാജ്ഞിക്ക് രാജൗചിത്യം പോലെ കൊടുത്തതു കൂടാതെ അവൾ ആഗ്രഹിച്ച് ചോദിച്ചതുമെല്ലാം ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ തന്റെ ഭൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. Did you listen to that? നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേട്ടുവോ? Queen of Sheba brought a lot of gifts for King Solomon. ഇപ്പോൾ ശേബ രാജ്ഞി ഒത്തിരി സമ്മാനങ്ങൾ ഇപ്പോൾ ശലോമോൻ രാജാവിന് കൊണ്ടുവന്നു കൊടുത്തു. But when Queen of Sheba was going back, King Solomon gave her more than what she had brought in. എന്നാൽ ഇപ്പോൾ ശേബ രാജ്ഞി അവളുടെ രാജ്യത്തേക്ക് കാഴ്ചയൊക്കെ കണ്ടു മടങ്ങി പോകുമ്പോൾ അവൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ കാര്യം ഇപ്പോൾ ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു പറഞ്ഞയക്കുകയാണ്. Say hallelujah. കൈകൾ വീശി ഹല്ലേലൂയ. That's why Jesus said,
give and it shall be given back to you. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് തിരികെ കിട്ടും. Not in the same measure. അതേ അളവിലല്ല, Pressed down, shaken together. പകരം അമർത്തി കുലുക്കി. Hallelujah. ഹല്ലേലൂയ. In a greater measure you will be given back. കവിയുന്ന ഒരു വലിയ അളവായി അവൻ നിങ്ങളുടെ കയ്യിലേക്ക് മടക്കി തരും. Somebody say hallelujah. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയേ? The Bible says God is not in need of anything. ബൈബിൾ പറയുന്ന ദൈവത്തിന് ഒന്നിന്റെ ആവശ്യമില്ല. All gold is God's. All silver is God. All the wealth of the sea is God's. എല്ലാ സ്വർണവും എല്ലാ വെള്ളിയും സമുദ്രത്തിന്റെ സമ്പത്തും എല്ലാം ദൈവത്തിൻ്റെതാണ്. But we are giving to the Lord to honor his greatness. എന്നാൽ നാം കർത്താവിന് കൊടുക്കുന്നത് അവന്റെ മഹത്വത്തെ മാനിക്കാൻ വേണ്ടിയിട്ടാ. I'm talking not about King Solomon. I'm talking about the King of Kings, our heavenly Father. ഞാനിപ്പോൾ ശലോമോൻ രാജാവിന്റെ മഹാത്മ്യത്തെ കുറിച്ചല്ല, മറിച്ച് രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് God പറയുന്നത്. says, if you honor me as a father, if you honor me as the creator, if you honor me as the provider, you have to honor me by giving gifts to me according to the way I have blessed you so far. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ ഒരു പിതാവിനെ പോലെ മാനിച്ചാൽ, ഒരു സൃഷ്ടാവിനെ പോലെ മാനിച്ചാൽ, കരുതുന്നവനെ പോലെ മാനിച്ചാൽ, ഏത് അളവിലാണോ നീ കൊടുത്തിട്ടുള്ളത് അതിന് തക്ക വിധത്തിൽ മറിച്ച് തിരിച്ച് കർത്താവ് നിന്റെ കയ്യിൽ തരും. Hallelujah! ചേർന്ന് ഹല്ലേലൂയ. That is the power of the gift. അതാണ് ഒരു സമ്മാനത്തിന്റെ ശക്തി When എന്നുള്ളത്. you give something to the Lord, നിങ്ങൾ കർത്താവിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ you are not losing, you are gaining. നിങ്ങൾക്കൊന്നും നഷ്ടമാകുന്നില്ല, മറിച്ച് നിങ്ങൾ അത് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. Maybe 100-fold, 1,000-fold, 1,000,000-fold. ഒരു പക്ഷേ 1000 മടങ്ങ്, 100 മടങ്ങ്, അല്ലെങ്കിൽ ദശലക്ഷക്കണക്ക് മടങ്ങായി നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. But the power of a gift is that this gives access to the King of Kings. എന്നാൽ ഈ സമ്മാനത്തിന്റെ ശക്തി എന്നുള്ളത്, ഈ സമ്മാനത്തിന് രാജാതി രാജാവിന്റെ അടുക്കൽ പ്രവേശനമുണ്ട്. Hallelujah. ഹല്ലേലൂയ. And he will take the chavis. അദ്ദേഹം ആ സമയത്ത് തന്റെ താക്കോൽ And എടുക്കും. he will open the heavenly treasuries and warehouses. സ്വർഗ്ഗത്തിലെ നിക്ഷേപങ്ങളെയും അതുപോലെ ഖജനാവിനെയും ആ താക്കോൽ കൊണ്ട് അവൻ തുറക്കും. And the Bible says he will bless you back in such a way that you will not have rooms in your house to store up all the blessings. ബൈബിൾ പറയുന്നത് നിന്റെ വീട്ടിൽ ഇനി ഒരു മുറി പോലും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെ അത്രത്തോളം നിറഞ്ഞു കവിയുന്ന വിധത്തിൽ ദൈവത്തിന്റെ നന്മകൾ സ്വർഗ്ഗത്തിലെ ചീപ്പ് തുറന്ന് അണക്കെട്ട് തുറന്നവൻ നിങ്ങളുടെ മേൽ വർഷിപ്പിക്കും. Somebody shout a quality hallelujah to the Lord. കൈകൾ ഉയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഈ അമ്മച്ചിയുടെ പേര് സരള എന്നാണ്. അമ്മച്ചി താൻ ജീവിച്ചുകൊണ്ടിരുന്നത്, താൻ ഒറ്റയ്ക്കാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. താൻ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ പോയി സഹായിക്കുവാൻ, പ്രത്യേകിച്ച് വയ്യാത്ത ആളുകളെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടായിരുന്നു താൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയെ പരിപാലിക്കുക, അമ്മച്ചിയെ ടോയ്ലറ്റിലൊക്കെ എടുത്തുകൊണ്ട് പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഈ അമ്മച്ചിയെ എടുത്ത് പൊക്കുന്നതിനിടയിൽ, നല്ല വെയിറ്റുള്ളൊരു അമ്മച്ചിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനെ എടുത്ത് പൊക്കുന്നതിനിടയിൽ എൻ്റെ നട്ടെല്ലിന് ഒരു ക്ഷതമേറ്റു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഒരു ദിവസം എടുത്തപ്പോഴത്തേനും ഭയങ്കരമായ വേദനയും ഡിസ്ക് തെറ്റിപ്പോയി, തലകറങ്ങി വീണു. തലകറങ്ങി അപ്പം തന്നെ വീണോ? തല അമ്മച്ചി വീട്ടോളൂ, കയറെ പിടിക്കും, അമ്മച്ചിയോട് പിടിച്ചോളാൻ പറഞ്ഞു. അമ്മച്ചി കയറെ പിടിച്ചു, നമ്മൾ താഴെ കിടക്കുന്നു. എന്നിട്ട് കുറച്ച് ഒക്കെ നോക്കി, പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറെ കാണിച്ചു, ചെക്ക് ചെയ്തപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ നട്ടെല്ല് വിട്ടകന്ന് മാറി നിൽക്കുന്നത് പോലെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഈ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഈ കുടുങ്ങും, എല്ല് കിടന്ന് കുടുങ്ങുമായിരുന്നു. അലൈൻമെന്റ് തെറ്റിപ്പോയി, തെറ്റി മാറിപ്പോയി. അതിനുശേഷം തനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പാത്രം പോലും എടുത്ത് കഴുകാൻ പറ്റൂല. 2012 ആ ബുദ്ധിമുട്ടുണ്ടായത്. അതിനുശേഷം ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ നാളെ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി ഇതിനൊരു ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം, സർജറി ചെയ്ത് ഇത് ശരിയായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ തളർന്നു പോകും. പക്ഷേ അത്രയും പൈസ ചെലവിടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ടും പോയില്ല.
താൻ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമായിരുന്നു. താൻ പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പോകുമ്പം എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിൽ പോകുമ്പോൾ വേദന കാരണം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അത്രയും അസഹനീയമായ വേദനയാണ്. എനിക്കൊരു സംശയം, ആ അമ്മച്ചിയെ നോക്കിക്കൊണ്ടിരുന്നില്ലേ, അത് പിന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പിന്നെ ഞാൻ പോയില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അമ്മച്ചി ഉപേക്ഷിച്ച് ആളുങ്ങ് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 ജനുവരി 2-ാം തീയതി ചെങ്ങന്നൂർ വെച്ച് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് പ്രാർത്ഥിച്ച് ആരാധനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടി പതുക്കെയൊക്കെയാണ് താൻ നടന്നു വന്നത്. അപ്പോൾ 2012 മുതൽ 15 വരെ ഈ നട്ടിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന രീതിയിലാണ് ജീവിച്ചത്. വേദന സഹിച്ചുകൊണ്ടാണ്. ജോലിക്ക് പോകാൻ സാധ്യമല്ല, വേദന ഒന്നും ചെയ്യാൻ സാധ്യമല്ല, നോക്കാൻ വേറെ ആരുമില്ല. താൻ ഒറ്റയ്ക്ക് ആങ്ങളെ ഉണ്ട്, താൻ വിവാഹം കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഇതാണ്. താൻ പറഞ്ഞത്, കർത്താവേ തീർത്തും തളർന്നു പോകുന്നതിനിപ്പുറം എന്നെ അങ്ങ് വിളിച്ചേക്കണമേ, ആരും നോക്കാൻ, വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത്. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു താൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് പ്രാർത്ഥിച്ചു ഇരുന്നതിൻ്റെ ഇടയ്ക്ക് ആരാധനയുടെ മധ്യേ താൻ പറയുന്നത് തന്നെ ആരും എടുത്ത് പൊക്കി ഇടുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. ഒരു ശക്തി എൻ്റെ തലയിൽ ഇങ്ങനെ വന്നു, എന്നിട്ട് എന്നെ പൊക്കിയെടുത്ത് ഇടിച്ചു, മുകളോട്ടും താഴോട്ടും പുറകിൽ ഞാൻ തെറിച്ചങ്ങ് പോയി. ഇങ്ങനെ തെറിച്ച് കസേരയൊക്കെ തെറിച്ചു പോയി. അടുത്തുള്ള ആളുകളൊക്കെ മാറിപ്പോയി, തെറിച്ചു പോയി. ഇതെന്താ സംഭവിക്കുന്ന അറിയാതെ ആളുകളൊക്കെ എഴുന്നേറ്റ് പോയി, കസേരയൊക്കെ തെറിച്ചു പോയി. എന്തൊക്കെയോ സംഭവം ആ സമയത്ത് നടന്നു. പറയുന്നത് അതിനുശേഷം താൻ അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന പൂർണ്ണമായതും മാറിപ്പോയി. വലിയ വേദനയുമായി താൻ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നെങ്കിൽ തിരിച്ചു പോയപ്പോൾ ഒരു വേദനയുമില്ലാതെ സൗഖ്യവും പ്രാപിച്ചുകൊണ്ടാണ് താൻ തിരിച്ചു പോയത്. 3 വർഷത്തെ വേദനകൾക്ക് വിരാമം. അതിനുശേഷം താൻ പറഞ്ഞത് വീട്ടിൽ ചെന്നിട്ട് തനിക്ക് വെള്ളം കോരാൻ പറ്റില്ലായിരുന്നു. താൻ കിണറ്റിൽ നിന്ന് കയറൊക്കെ വെച്ച് വെള്ളം വലിച്ചു കോരി, കിണറ്റിൽ നിന്ന് വെള്ളം കോരുക. അപ്പം എന്നിട്ട് ഞാൻ ഒരു ബക്കറ്റിൽ ഒഴിച്ചു സംശയത്തിന്. ഇത് ടെസ്റ്റാണ്, ഒരു പരീക്ഷണം നടക്കുകയാണ്. ആ ബക്കറ്റ് പൊക്കിയപ്പോ എനിക്ക് പൊക്കാം. ഒരെണ്ണം പൊക്കി നോക്കി, കുഴപ്പമില്ല. അടുത്തത് പൊക്കി നോക്കി, പ്രശ്നമില്ല. 2 ബക്കറ്റും പിടിച്ചുകൊണ്ട് ഈ ആന്റി ടോയ്ലറ്റിൽ പോയി തനിക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഇരുന്ന് നോക്കി, ഒരു കുഴപ്പവുമില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്ന് തനിക്ക് നടക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഈ തിരുവല്ലി ബ്ലെസ്സിങ് സെന്ററിൽ വന്ന് തനിക്ക് പറ്റുന്ന പോലെ താൻ ആരാധിക്കുന്നതുമുണ്ട്. കാരണം നന്ദിയില്ലാതെ തിരിച്ചു പോയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് ബ്ലെസ്സിങ് സെന്ററിൽ വന്ന് ആരാധിക്കാൻ തുടങ്ങി. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും വാ തുറന്ന് ഉറക്കി അറിയാവുന്ന പോലെ അങ്ങ് പ്രാർത്ഥിച്ചേ. നമ്മൾ പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കും. അത്ഭുതകരമായ ഒരു വലിയ സൗഖ്യം ലഭിച്ച സരള എന്നൊരു സഹോദരി ഇവിടെ നിൽക്കുമ്പോൾ അതേ വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഇതേ പ്രശ്നവുമായി, മറ്റുള്ള രീതിയിലുള്ള രോഗങ്ങളുമായി കിടപ്പിലായിരിക്കുന്ന, സഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ ഇപ്പോൾ അവിടെ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അവർ വേദന സഹിച്ചത് മതി എന്ന് കർത്താവ് നീ കൽപ്പിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഇത് ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ സെപ്റ്റംബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ഒക്ടോബർ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം, ജനറൽ ഹോസ്പിറ്റലിന് എതിർവശം, പാളയം, തിരുവനന്തപുരം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ കരം ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വല്ലാത്ത തലവേദന അനുഭവിക്കുന്ന ചിലരുണ്ടല്ലോ. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ തലയുടെ ഭാഗത്തേക്ക് എടുത്തുനിന്ന് വെക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഏതോ ഒരു ആക്സിഡൻ്റ് കൊണ്ട് നിമിത്തമായിട്ട് ശരീരം ഒരു ഭാഗം തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ എഴുന്നേൽക്കാനായി തുടങ്ങട്ടെ കർത്താവേ. അതുപോലെ തന്നെ ചില വീൽ ചെയറിൽ ഇരിക്കുന്ന ചില വ്യക്തികൾ എഴുന്നേൽക്കുന്നതായി ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ ഈ സമയത്ത് എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭാവിയുടെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥയിൽ ആകെ നിൽക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് അത്തരം ചില വ്യക്തികളുടെ അരുൺ എന്ന് പറയുന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നുണ്ട്. അത്തരം ചില വ്യക്തികൾക്ക് വേണ്ടി വഴികളും വാതിലുകളും കർത്താവ് തുറക്കുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും ഏറ്റിട്ട് ഇന്ന് കുടുംബത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയെ പോലെ ആക്കി തീർത്ത നിമിത്തമായി ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ സമാധാനം ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകളിലുള്ള ചില തകരാറുകൾ, ഒരു പക്ഷേ നീ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നിങ്ങളോട് പറഞ്ഞു കാണും, കാൽമുട്ടിൻ്റെ ശസ്ത്രക്രിയയൊക്കെ പറഞ്ഞു കാണും. കർത്താവെ, ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. പൂർണ്ണമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാനായി തുടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത് വർദ്ധിക്കാൻ തുടങ്ങട്ടെ. അമാനുഷികമായ വിധത്തിൽ, അതിശയകരമായ വിധത്തിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി ഈ സമയത്ത് വർദ്ധിക്കാനായി തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ശബ്ദമെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ, നിങ്ങൾ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ ശബ്ദം ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നത് പോലെ, ഇടറുന്നത് പോലെ, അതുപോലെ ഉള്ള ശബ്ദമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീപ്പൊള്ളലേറ്റ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ കർത്താവ്. ഏത് രോഗമാണെങ്കിലും ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ കർത്താവെ. വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹോളി സ്പിരിറ്റ് സിനഡിന് വേണ്ടി ഇനി 16 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളൂ. രജിസ്റ്റർ ചെയ്യാത്തവർ ദയവായി വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലാണ്, ശനിയാഴ്ച തിരുവനന്തപുരത്താണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.